മുഖ്യനും പാർട്ടിയുമായി തല്ലുകൂടി തമിഴ് DMK-യുമായി സഖ്യനീക്കം നടത്താൻ ഇറങ്ങി പുറപ്പെട്ട PV അൻവർ MLA ആട്ടിപ്പായിച്ചിരിക്കുകയാണ് DMK നേതൃത്വം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഉറക്കം കെടുത്തിയ ആളെ എങ്ങനെ ഞങ്ങൾ എടുക്കും, നാളെ നമ്മുടെ തോളിൽ കയറി ചെവി കടിച്ചാലോ എന്നാലോചിച്ചിട്ടാകും അൻവർ അണ്ണനെ അണ്ണാച്ചിമാർ ഇപ്പോഴേ കൈവിട്ടത്. തമിഴ് DMK-യിൽ കയറാൻ മുട്ടിനിന്ന അൻവറോട് DMK വക്താവ് TKS ഇളങ്കോവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കേരളത്തിലെ LDF പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ എടുക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി സ്റ്റാലിൻ എടുക്കുമെന്നും ഇളങ്കോവൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അൻവറുമായി ചെന്നൈയിൽ DMK നേതാക്കൾ ഇക്കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ചർച്ചയുടെ വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. മുതിർന്ന നേതാവും മന്ത്രിയുമായ സെന്തിൽ ബാലാജി വഴിയാണ് അൻവറിന്റെ നീക്കങ്ങളൊക്കെ നടന്നത്. എന്നാൽ സ്റ്റാലിനുമായി നല്ല ബന്ധം പുലർത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പിണക്കാൻ DMK ഒട്ടും തയ്യാറുമല്ല. ഈ സാഹചര്യത്തിലാണ് അൻവറിന്റെ DMK മുന്നണി പ്രവേശനം നടക്കാനിടയില്ല എന്ന സൂചനകൾ പുറത്തുവരുന്നത്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ പുതിയ സംഘടന രൂപവൽക്കരിക്കുന്ന കാര്യം അൻവർ പ്രഖ്യാപിച്ചിരുന്നു. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, സോഷ്യൽ മൂവ്മെന്റ് മാത്രമെന്നും അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും അടക്കം മത്സരിക്കുമെന്നും, എന്നാൽ സംഘടനയുടെ ഇപ്പോഴത്തെ പേരിലാകുമോ അതെന്ന് പറയാനാകില്ല എന്നുമായിരുന്നു അൻവർ വ്യക്തമാക്കിയത്. അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് വലിയ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. 1,00,000 പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ശക്തമാക്കുകയും ചെയ്തു. അതേസമയം ഇക്കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ DMK നേതാക്കളുമായി PV അൻവർ ചർച്ച നടത്തിയത്. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനിരിക്കവെയാണ് ഇപ്പോൾ DMK ഇങ്ങനൊരു താല്പര്യമില്ലായ്മ അറിയിച്ചിരിക്കുന്നതും. തമിഴ്നാട്ടിലെ ലീഗ് നേതാക്കളെ അടക്കം അൻവർ കണ്ടിരുന്നു. ചെന്നൈയിലെ KDDC റെയിൻഡ്രോപ്സ് ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. മുസ്ലിം ലീഗിന്റെ തമിഴ്നാട് ജനറൽ സെക്രട്ടറി KM മുഹമ്മദ് അബൂബക്കർ, ലീഗിന്റെ മറ്റ് സംസ്ഥാന നേതാക്കൾ എന്നിവരടക്കം ചെന്നൈയിലെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതായിട്ടാണ് വിവരം. ഈ കൂടിക്കാഴ്ചയിൽ DMK-യുടെ രാജ്യസഭാംഗം MP MM അബ്ദുള്ളയും പങ്കെടുത്തിരുന്നു. അതേസമയം കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ മുഹമ്മദ് അബൂബക്കർ തയ്യാറായിരുന്നില്ല. ഇതിനിടെയാണ് സെന്തിൽ ബാലാജിയുമായി കൂടിക്കാഴ്ച നടത്തിയ വാർത്തകളും പുറത്തുവരുന്നത്. അതേസമയം താൻ രാഷ്ട്രീയ പാർട്ടിയല്ല രൂപീകരിക്കുന്നതെന്നാണ് അൻവർ MLA പറയുന്നത്. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നും അത് നിയമവിദഗ്ധരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അൻവർ പറയുന്നത്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഒരു സോഷ്യൽ മൂവ്മെന്റ് ആണെന്നും അതിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പമില്ലെന്നുമാണ് അൻവർ പറയുന്നത്. മഞ്ചേരിയിൽ നടക്കുന്ന യോഗത്തിൽ സാധാരണക്കാരെ മനുഷ്യരുണ്ടാകുമെന്ന്, തന്നെ സംബന്ധിച്ച് സാധാരണക്കാരെ മനുഷ്യരാണ് പ്രബല നേതാക്കളെന്നുമായിരുന്നു അൻവറിന്റെ പ്രതികരണം. മതേതര സമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്ന നേതാവാണ് MK സ്റ്റാലിൻ എന്നും പരിപാടികൾ കാണാനും നിരീക്ഷിക്കാനും മതേതര സ്വഭാവമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ ഉണ്ടാകുമെന്നും, എന്നാൽ നേതാക്കൾ വേദിയിൽ ഉണ്ടാകില്ലെന്നുമായിരുന്നു അൻവറിന്റെ വാദം. വിഷയങ്ങൾ സാമൂഹികമായി ഉയർത്തിക്കൊണ്ടുവന്ന് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒരു നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ടാക്കുമെന്നും, ആദ്യ യോഗം വിളിച്ചത് മലപ്പുറം ജില്ലയിലാണെന്നും ഇത് 13 ജില്ലകളിലും ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പൊതുസമ്മേളനം നടത്തുമെന്നുമായിരുന്നു അൻവർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.